ആൾക്കാർക്ക് ഈ നോർമൽ ഡെലിവറി കഴിഞ്ഞവർക്ക് കുറേ ആൾക്ക് അറിയില്ല ഈ അനസ്തേഷ്യ. ചില ആൾക്കാർ നമ്മൾ ഫുള്ളും ബോധം കെടും എന്നൊക്കെ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെ നമ്മൾ ഫുള്ള് അബോധാവസ്ഥയിലൊന്നും ആവില്ല. ചെറിയൊരു ക്ഷീണം മയക്കം പോലെ ഉണ്ടാവും. പക്ഷെ എനിക്ക് ഷെൻസുൻ്റെയൊന്നും അങ്ങനെ ഉണ്ടായതായിട്ട് ഓർമ്മയില്ല. ചെറിയൊരു മയക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ലാണ്ട് ഫുള്ളും ബോധം കെടുകയൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ വയറിൻ്റെ അടുത്തുനിന്ന് അങ്ങോട്ടേക്ക് ഒന്നും അറിയില്ല. നമുക്ക് കാലൊന്നും നനക്കാൻ പറ്റൂല എന്നേ ഉള്ളൂ കേട്ടോ. കാല് ഫുള്ള് തളർന്ന പോലെ ആയിപ്പോൾ അങ്ങനെയാണ്. അല്ലാണ്ട് നമ്മൾ ഫുള്ള് ബോധം കെടുന്നില്ല. പക്ഷെ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നത് കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ കണ്ണൊക്കെ ഫുള്ളും കെട്ടും. പിന്നെ മാസ്കൊക്കെ വെക്കും, ഓക്സിജന് എല്ലാം വെക്കും. കണ്ണ് ഫുള്ള് മൂടിക്കെട്ടും. ഒന്നും കാണാൻ പറ്റൂല. അതെല്ലാം കേൾക്കാനെല്ലാം പറ്റും, കാണാൻ പറ്റൂല എന്ന് മാത്രം. പിന്നെ താഴ്ന്ന് അങ്ങോട്ടും തരിച്ചിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. ഒന്നും അറിയാൻ പറ്റൂല. അപ്പോൾ പക്ഷെ നമുക്കിങ്ങനെ നമ്മൾ വയറിനോട് ഇങ്ങനെ വലിക്കിതാക്കുന്നതൊക്കെ ഫീൽ ചെയ്യും. വേദനിക്കൂല, ഫീൽ ചെയ്യും കേട്ടോ. ഇങ്ങനെ പിടിച്ച് വലിക്കുന്നതൊക്കെ ഫീൽ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം എന്താണ് കുഞ്ഞിൻ്റെ കരച്ചിൽ ഞാൻ കേട്ടു. അപ്പോൾ ഡോക്ടറിന് സുന്ദരി മോള്, സുന്ദരി വാവ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ എനിക്ക് മോള് നല്ല സുന്ദരി വാവാന്നാണ് പറഞ്ഞത്. സുന്ദരി എന്ന വാവ എന്തോ പറഞ്ഞിട്ടാ. പക്ഷെ എന്തുകൊണ്ട് മോള് എന്ന് പറഞ്ഞത്. ഇത് അപ്പോൾ അവിടെ സുന്ദരി എന്ന് പറഞ്ഞ് അപ്പോൾ എന്തില്ല സന്തോഷമായി പെണ്ണാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. എനിക്ക് പൊതുവേ പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. എന്നെ വെച്ചിട്ട് ആൺകുഞ്ഞ് ആയാലും കുഴപ്പമൊന്നും ഉണ്ടായിട്ട് എനിക്ക് ആരായാലും എന്തെല്ലാം പഠിച്ചോണ്ടിരുന്നതല്ലേ. അത് രണ്ട് കൈയും കിട്ടി സ്വീകരിക്കും, പെണ്ണായാലും ആണായാലും. പക്ഷെ എനിക്ക് പെൺകുഞ്ഞാളെ കുറച്ചും കൂടി എല്ലാവർക്കും ഉണ്ടാവും. പെൺകുട്ടികളോട് കുറച്ചും കൂടി ഇഷ്ടം കൂടുതലാണ്. ഇല്ല, ഇഷ്ടമാണ് കേട്ടോ. അപ്പം അങ്ങനെ എന്താണ്, അപ്പോൾ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടപ്പം തന്നെ ഞാൻ എൻ്റെ വലത്തെ കൈ അവർ എന്തോ നമ്മുടെ എന്താ ബീപ്പിൻ്റെ ആ ഒരു ബീപ്പ് നോക്കുമ്പോൾ കയ്യിൽ ഒട്ടിക്കൂലെ. അപ്പം അങ്ങനെ എന്തോ വെച്ച് അവിടെ സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ടായത്. അങ്ങനെ കുഞ്ഞിനെ വന്ന ആ ഒരു കരച്ചിൽ കേട്ടപ്പോഴൊക്കെ ഞാൻ എൻ്റെ കൈ ഇങ്ങനെ കുഞ്ഞിനെ വാങ്ങാൻ വേണ്ടിയിട്ട് എടുക്കാൻ വന്നു. അപ്പോൾ ഡോക്ടർ എനിക്ക് തരമോള് എന്നിട്ട് കൈ താത്തോണ്ട് ഞാൻ കൈ വീണ്ടും പൊതിച്ചെടുക്കുകയാണ് കേട്ടോ. തരാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ലെഫ്റ്റ് സൈഡിലാണ് കൊണ്ടു തന്നെ കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ കൊണ്ടു തന്ന്. അപ്പോൾ എൻ്റെ മാസ്ക് കൂടി ഞാൻ മിഹ്റാക്ക് ഉമ്മ കൊടുത്ത്. ആ ഒരു മൊമെൻ്റാണ് ഭയങ്കര മൊമെൻ്റ്. ഷെൻസുൻ്റെയിലും ഷെൻസുൻ്റെയിലില്ല, എനിക്ക് മാസ്ക് കൂടി തന്നെ ചേട്ടാ. ഇപ്പം എനിക്ക് ഭയങ്കര സങ്കടമാണ്. അത് ആദ്യത്തെ മുത്തം ഞാൻ സ്കിന്നൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടില്ല. മാസ്കിൻ്റെ മുകളിലായിട്ട് മുത്തം കൊടുത്തേട്ടാ. അപ്പോൾ അങ്ങനെ മിഹ്റാക്ക് മുത്തം കൊടുത്ത് അപ്പോൾ കണ്ടിട്ട് ഞാൻ കുഞ്ഞിനെ കൊണ്ടുപോകും. ഞാൻ പറഞ്ഞു അപ്പോൾ ഒന്നും കൂടി കാണിച്ചാൽ ഞാൻ മുഖം ശരിക്കും കണ്ടിട്ടാന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ ഫസ്റ്റ് കാണിച്ചാൽ വേണ്ടി ഞാൻ അവളെ വിളിച്ചത് പൊന്നു എന്നാണ് കേട്ടോ. കാരണം വെച്ചാൽ എൻ്റെ വയറ്റിലുള്ള സമയത്ത് ഞാൻ അധികം കുഞ്ഞിനോട് സംസാരിക്കുന്ന സമയത്ത് അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു